ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. iQOO Neo 10R എന്ന പുതിയ ഫോൺ വരാൻ പോവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ടെക് ന്യൂസിനകത്ത്. സോ ഇന്ന് ആ ഒരു വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് iQOO Neo സീരീസുകളെ കുറിച്ച് നമ്മളിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് iQOOൻ്റെ ഫോണുകൾ ഞാൻ കൂടുതൽ പേർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റെ അളിയനടക്കം ഒരുപാട് പേര് iQOO ഫോണുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്ത് തന്നെയാണ്. കാരണം അത് നല്ല പെർഫോമൻസ്, അത്യാവശ്യം ഡീസൻ്റ് ആയ ക്യാമറ, അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ള ബാറ്ററി, ചാർജിങ്, എല്ലാ കാര്യങ്ങളും. നിയോ സീരീസ് ഒക്കെ നോക്കിയാൽ 120 വാട്ടിൻ്റെ ചാർജിങ് നമുക്ക് 30,000 രൂപ റേഞ്ചിൽ തന്നെ കിട്ടുന്നുള്ള ഗംഭീര സെറ്റപ്പുകളുണ്ട്. മറ്റു പല ബ്രാൻഡിലും 50 റേഞ്ചിൽ പോകണം ആ ഒരു ചാർജിങ് ഒക്കെ കിട്ടണമെങ്കിൽ. സോ ഏറ്റവും ടോപ്പ് ടയറിൽ പെടുന്ന ഒരു സെറ്റപ്പുകളാണ് ഈ ഒരു സീരീസ് ഫോണുകൾ അവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിയോ സീരീസ് അവർ 2022 ലോഞ്ച് ചെയ്തത്. അന്ന് തൊട്ട് സംഭവം ടോപ്പായിട്ട് നിൽക്കുകയാണ്. അവരുടെ ടോപ്പ് സെല്ലിംഗ് സീരീസ് തന്നെയാണ്. ആമസോണിലൊക്കെ 4.4+ റേറ്റിംഗോട് കൂടിയിട്ട് മോസ്റ്റ് സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ടോപ്പ് ടയർ പെർഫോമൻസ് ആണ്. ആ റേഞ്ചിൽ സെയിം പ്രോസസ്സറുള്ള വേറൊരു ഫോൺ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ മികച്ച പെർഫോമൻസ് തരാൻ തക്ക രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് ഗെയിമേഴ്സിനെ തന്നെ ഫോക്കസ് ചെയ്ത് ഇറക്കുന്ന ഫോണുകളാണ്. അതിൻ്റെ ഒപ്പമാണ് ഈ പറഞ്ഞ ചാർജിങ്ങും ക്യാമറയും എല്ലാം ഒരു ഡീസൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. സോ അപ്പോൾ ഒരു ടോപ്പ് പെർഫോമൻസ് കിട്ടുന്ന ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് iQOOൻ്റെ ഫോൺ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു വരാറുണ്ട്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞു വരാറ്. ഞാൻ ഇപ്പോഴും അത് അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. എൻ്റെ കാഴ്ചപ്പാട് തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ഒരു കമൻറ്റ് കൂടി നോക്കുക, ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. സോ എന്താണ് ഈ iQOOനോട് നമുക്ക് ഇത്ര ഇഷ്ടം എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അപ്പോൾ ഈ ഒരു കാരണമാണ് ടോപ്പ് പെർഫോമൻസ് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം. അതെടുക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അതിൻ്റെ ഒപ്പം തന്നെ അവരൊരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തെ അപ്ഗ്രേഡ് കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും. ഇൻക്ലൂഡിങ് ക്യാമറ അടക്കം എല്ലാ മേഖലയിലും ഇമ്പ്രൂവ്മെൻ്റ് അടക്കം തന്നെയാണ് ഇവർ കൊണ്ടുവരാറ്. സോ അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസും കിട്ടുക, നല്ല ബാറ്ററി, ചാർജിങ്, ക്യാമറ എല്ലാം ഉണ്ടാവുക. അതിൻ്റെ ഒപ്പം ഓരോ വർഷവും നല്ല അപ്ഗ്രേഡ് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അതൊരു നല്ല സക്സസ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത വെർഷനാണ് ഈ വരാൻ പോകുന്നത് iQOO Neo 10R. ഈ ഫോണിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്ഡേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു 10R എന്നൊരു കാറ്റഗറിയാണ്. നിങ്ങൾക്കവിടെ കാണാം ട്വിറ്ററിൽ നിപുൺ മരിയ അദ്ദേഹം അതിൻ്റെ ട്വീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കമ്മിങ് സൂൺ iQOO Neo 10R വരാൻ പോവാണ്. ഓക്കെ, ട്വിറ്റർ എന്ന് ഞാൻ പറഞ്ഞല്ലേ, ഈ എക്സ് മൈൻഡിലേക്ക് ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ട്വിറ്റർ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചില സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന എക്സ് അല്ലേ ഉദ്ദേശിച്ചതെന്ന്. എക്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അത് മൈൻഡിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ എക്സിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് iQOO Neo 10Rനെ കുറിച്ചാണ്. ഇത് വരുമ്പോൾ എന്താണ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫോണിൽ ഒന്നാമത് ആ റേഞ്ചിലെ ഏറ്റവും നല്ല പ്രോസറായിരിക്കും ഉണ്ടാവുക എന്നാണ് അവർ പറയുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 8S Gen 3 പ്രോസറാണ് ഉണ്ടായിരിക്കുക. ഈ ഒരു റേഞ്ചിൽ ഇത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട്, ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു ഫോൺ വേറെ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ വാഗ്ദാനം. സോ ഒരു നല്ല ഗെയിമിംഗ് ഫോൺ 30 രൂപ താഴേക്കാണ് നിങ്ങൾ നോക്കി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. വേറെ ഒന്നും ഇപ്പോൾ ചാടി കയറി എടുക്കണ്ട. iQOO Neo 10R ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ഫോണായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും അടിപൊളി ഡിസ്പ്ലേ ആണ്. 1.5K 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത് AMOLED ഡിസ്പ്ലേ ആണ്. സോ നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഒരു ഡിവൈസിൽ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഗെയിമിങ്ങിനും നല്ല പെർഫോമൻസ്, പ്ലസ് ക്യാമറയും ഇത്തവണ നല്ല രീതിക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോണി ക്യാമറ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതും 4K റെക്കോർഡിംഗ് 60 FPS നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് അവർ ഓഫർ ചെയ്യുന്ന ഒരു കാര്യം. ഓൾറെഡി നിയോ സീരീസിലത്തെ ക്യാമറ അത്ര മോശമൊന്നുമല്ല. തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ക്യാമറകൾ തന്നെയാണ്. ഞാൻ അതിൻ്റെ ക്യാമറ സാമ്പിൾസൊക്കെ മുമ്പത്തെ Neo 9 Pro എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, കണ്ടു നോക്കാം നിങ്ങൾക്ക്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഉറപ്പായിട്ടും ക്യാമറ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. നിങ്ങൾ ഇതിൽ ഞാൻ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടു നോക്കിക്കോളൂ. ഓട്ടോമാറ്റിക്കലി അതൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് വരാൻ പോകുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ സോണി സെൻസറൊക്കെ ആയിട്ടാണ് വരുന്നത്. 60 FPS 4K എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സെറ്റപ്പാണ്. സോ ക്യാമറയുടെ ഭാഗത്ത് നല്ലൊരു അപ്ഗ്രേഡും ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ ആയിട്ട് തന്നെ ഈ Neo 10R വരും. ഇത് മാത്രമല്ല, ബാറ്ററിയിലും നല്ല രീതിക്ക് മാറ്റമുണ്ട്. ഇതുവരെ 5000 mAh ബാറ്ററിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത്തവണ പക്ഷേ 6400 mAh ബാറ്ററിയുമായിട്ടാണ് വരാൻ പോകുന്നത്. സോ ഗംഭീരമായൊരു ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റും ഈ ഫോണിൽ വരും. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷത്തെ ഫോണുകൾ വെച്ചിട്ട് നിങ്ങൾ നിയോ സീരീസിൽ ഏത് ഫോണെന്ന് നോക്കിയാലും അതിനപേക്ഷിച്ച് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം മാസീവായ അപ്ഗ്രേഡാണ്. പ്രത്യേകിച്ച് ബാറ്ററിയൊക്കെ 6400 എന്ന് പറയുമ്പോൾ പഴയ വർഷം വെച്ച് നല്ല വ്യത്യാസമാണ്. സോ നല്ലൊരു ബാറ്ററി ലൈഫും iQOO Neo 10R തീർച്ചയായിട്ടും ഉണ്ടാവും. സോ നല്ല പെർഫോമൻസ്, നല്ല ക്യാമറ, ബാറ്ററി, ഡിസ്പ്ലേ എല്ലാത്തിലും ഗണ്യമായ അപ്ഗ്രേഡുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് 10R വരുന്നുണ്ട്. ഞാനിതിനെക്കുറിച്ച് മുമ്പേ പറയാൻ കാരണം ഇതിങ്ങനെ ആയതുകൊണ്ടാണ്. ഓരോ തവണയും നല്ല അപ്ഗ്രേഡുകൾ തരുന്ന നല്ല ഫോണുകളായതുകൊണ്ട് അതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ട് നിങ്ങളോടൊന്ന് പറയാൻ തോന്നി. ഒപ്പം തന്നെ ഡിസൈൻ ഡുവൽ ടോൺ ഡിസൈൻ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. വരട്ടെ, അതിൻ്റെ കൂടുതൽ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് അതിൻ്റെ സംഭവം. കൂടുതലായിട്ട് ഇത് എങ്ങനെയുണ്ട്, ഇതിന് ഹാൻഡ് ഫീൽ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ പറയും. അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മൾ പറഞ്ഞ പോലെ നല്ല ഹിസ്റ്ററി ഉണ്ട്, നല്ല രീതിക്കുള്ള ഫോണുകൾ ഇറക്കാറും നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെയും ഇപ്പോൾ വരാൻ പോകുന്ന ഫോണിൻ്റെ സ്പെക്ക് ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ഒരു പ്രധാന ഘടകം, ഞാനിത് റെക്കമെൻഡ് ചെയ്ത് വരുന്ന ഒരു പ്രധാന ഘടകം നല്ല സർവീസാണ്. വിവോയുടെ സർവീസാണ് iQOO എന്ന് പറയുമ്പോൾ.
വിവോയുടെ തന്നെ ഒരു ടീമാണ് ഇവർ. സോ അതുകൊണ്ട് തന്നെ സർവീസ് വിവോടെയാണ്. വിവോയുടെ സർവീസ് സെൻറ്റർ വിസിറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നല്ല സർവീസാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും അതിന് ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞു കണ്ടിട്ടില്ല. അത് എടുത്ത് പറയാൻ കാരണം മറ്റ് ചില സർവീസ് സെൻറ്ററുകളിൽ വിസിറ്റ് ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇത് ഇദ്ദേഹത്തിനുള്ള സ്പെഷ്യൽ സംഭവമാണ്, അതായത് നമ്മളായതുകൊണ്ട് നമുക്ക് പ്രത്യേക ഒരു പരിഗണന തരുന്നതാണ്, സാധാരണ കസ്റ്റമർ ചെല്ലുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളൊരു അഭിപ്രായം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വിവോയുടെ സർവീസ് സെൻറ്റർ വീഡിയോയിൽ അങ്ങനെ ഒന്നും കണ്ടില്ല. കാരണം ജനങ്ങൾക്കും അവർ നല്ല സർവീസാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡിനോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നത്. ഇപ്പോൾ നിയോ 10R എന്ന് പറയുന്ന ഫോൺ വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിലൊരു മാറ്റം വന്നാൽ നമ്മുടെ അഭിപ്രായത്തിൽ മാറ്റം വരും കേട്ടോ. സോ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിത് നന്നായിരിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ ഒരു കോളേജ് സ്റ്റുഡൻ്റൊക്കെയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫോൺ, അത് ഒരു നല്ല ബെസ്റ്റ് പെർഫോമിങ്, ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് പെർഫോമിംഗ് ഫോൺ, അതും ഇവർ കോമ്പറ്റീറ്റീവായിട്ട് പ്രൈസിങ് ചെയ്യുന്ന കാര്യത്തിൽ അടിപൊളിയാണ്. ഏത് സംഭവം ഉണ്ടെങ്കിലും അവിടെ ഒരു പ്രൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൈസിന് ഇത് ബെസ്റ്റ് ആവാറുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് 30,000 താഴെയൊക്കെ നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ്, ബെസ്റ്റ് ഡിസ്പ്ലേ, ബെസ്റ്റ് ക്യാമറ, ബെസ്റ്റ് ബാറ്ററി ആൻഡ് ചാർജിങ് സെറ്റപ്പ്, ടോട്ടലി ഇങ്ങനെ ഒരു നല്ല ബെസ്റ്റ് ഫോൺ നിങ്ങൾ നോക്കുന്നെങ്കിൽ, വേണമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ വേറൊന്നും ചാടിക്കേറി എടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിയോ 10R വരുന്നുണ്ട്. സോ ഈ സംഭവത്തെക്കുറിച്ച് പലർക്കും ഈ വക കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ട് ഇത്രയധികം താല്പര്യത്തോടെ പറയുന്നുണ്ട് സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ എടുത്ത് ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ശരിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് അത്രയും നല്ലതായതുകൊണ്ട് നമ്മൾ ഇത്തിരി ഓവറായിട്ട് പറയാൻ പാടില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറി ചിന്തിക്കും. നമ്മുടെ ചിന്താഗതികൾ മാറ്റേണ്ട ആവശ്യമുണ്ട്. സോ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒരു ഫോൺ എടുക്കാൻ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ. നിയോ 10R തീർച്ചയായിട്ടും നന്നാവുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. വരട്ടെ, വന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. സോ അപ്പോൾ IQ Neo 10R കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ ടെക് ന്യൂസിൽ. അതാണ് നമ്മൾ ചെയ്തത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. Neo 10R അൺബോക്സിംഗ് കാണാൻ സബ്സ്ക്രൈബും ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.